കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച UDF സർക്കാരിന്റെ കാലത്തെ ബാർക്കോഴ ആരോപണം നമുക്കറിയാം. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു ബാർക്കോഴ അരങ്ങൊരുങ്ങുകയാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇതിന്റെ ചുവട് പിടിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ? സർക്കാരിന്റെ ഇടതുമുന്നണി നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും? വിശദമായി നോക്കാം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയത്തിലെ ഇളവിന് കോഴ നൽകണമെന്ന ശബ്ദരേഖ പുറത്ത്. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ. ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കും പണം കൊടുക്കണം. പിരിവ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടെന്നും ശബ്ദരേഖ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എറണാകുളത്തും തൃശൂരും റെഡ് അലേർട്ട്. കാസർഗോഡ് ബോട്ട് തകർന്നു. കേരള തീരത്ത് കടലേറ്റത്തിന് സാധ്യത. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. തുക കണക്കാക്കുന്നത് മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ച് കൊച്ചി സബ് കളക്ടർ ഇന്ന് പ്രശ്നബാധിത മേഖലകളിലെത്തി മൊഴിയെടുക്കും. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിൽ തീരുമാനമെടുക്കും. ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. മത്സരിക്കുന്നവരിൽ മേനകാ ഗാന്ധിയും കനയ്യകുമാറും മെഹബൂബ മുഫ്തിയും അടക്കമുള്ള പ്രമുഖർ. ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറി സാധ്യതകളില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. പ്രസിഡന്റിന് കണ്ണീരോടെ വിട നൽകി രാജ്യം. IPL ഫൈനലിലെ കൊൽക്കത്തയുടെ എതിരാളി ആരെന്നിന്നറിയാം. രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം ചെന്നൈ. വിശദമായ വാർത്തകൾ നോക്കാം. മദ്യനയത്തിലെ ഇളവിന് കോഴ നൽകണമെന്ന ശബ്ദരേഖ പുറത്ത്. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത്. സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പിരിവെന്നും 2 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റിളവുകൾക്കും കൊടുക്കണമെന്നും അനിമോൻ പറയുന്നു. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട്
2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ബാർകോഴ കേസ് നമ്മളാരും, പ്രത്യേകിച്ച് മലയാളികൾ, മറക്കാൻ ഇടയില്ല. ഈ ബാർകോഴ കേസിന് 2.0 ആണോ, അതിനുള്ള 2.0ക്കുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? എന്താ മനസ്സിലാക്കണം? അതിന്റെ ഒരു ആഴവും പരപ്പുമൊക്കെ ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ബാർക്കോഴ ആരോപണം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ്. അത് വെറും ഒരു ആരോപണമായി മാത്രം മാറുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഉയർന്നു വന്ന സമയമാണ് ഏറ്റവും പ്രധാനം. സംസ്ഥാനത്ത് പുതിയ മദ്യനയത്തിന്റെ ചർച്ചകൾ നടക്കുന്നു. സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന തീരുമാനങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ അത്തരമൊരു നിർദ്ദേശം വരുന്നു. വീണ്ടും സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി ചർച്ച ചെയ്യുന്നു. അതിന്റെ ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുന്നു. ആ ഒരു നിർണായകമായ സമയത്താണ് ഇത്തരമൊരു ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബ്ദരേഖ പുറത്തുവരുന്നത്. വെറും ഒരു പൊയ്വെടിയായി ഇത് മാറുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതിൽ സ്വാഭാവികമായും ആർക്ക് പണം കൊടുത്തു എന്നൊന്നും അതിൽ പറയുന്നെങ്കിൽ പോലും പുതിയ തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോവുകയാണ്. അബ്കാരി നയം വരാൻ പോകുന്നു. ആ സാഹചര്യത്തിൽ തങ്ങൾ ഇത്തരം പണം കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ബാർ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ അതിന് വലിയ ഗൌരവമുണ്ട്. ആ സമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും 2013 UDF സർക്കാരിനെ, കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച ബാർക്കോഴ ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടാക്കിയ കോളിളക്കങ്ങൾ വളരെ വലുതാണ്. ഒരു മുന്നണി മാറ്റത്തിൽ പോലും കേരള കോൺഗ്രസ് എമ്മിനെ പോലും ഒരു പ്രധാനപ്പെട്ട UDFന്റെ ഘടകകക്ഷിയെ മുന്നണി മാറ്റത്തിലേക്ക് പോലും എത്തിച്ച നിർണായകമായ ഇടപെടലായത് മാറി. വർഷങ്ങളോളം ഇപ്പോഴും അതിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2ാം പിണറായി സർക്കാരിന്റെ 3ാം വർഷ വാർഷികം ആഘോഷിച്ച് തൊട്ടടുത്ത ദിവസം ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നത്. അതും സംസ്ഥാന സർക്കാർ അബ്കാരി നയം, എക്സൈസ് നയം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വരേണ്ടത് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. എക്സൈസ് മന്ത്രി MP രാജേഷ് തലസ്ഥാനത്തുണ്ട്. മറ്റു പ്രതികരണം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് കഴിഞ്ഞ തവണ ബാർക്കോഴ ആരോപണത്തിൽ മുഖമടച്ചടി കിട്ടിയ വലിയ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷത്തിന്, അന്നത്തെ ഭരണപക്ഷത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ KPCC അധ്യക്ഷന്റെ പ്രതികരണവും വളരെ നിർണായകമാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട്. തിരുവനന്തപുരത്തെ ഹോട്ടൽ പ്രശാന്ത് എന്ന ബാർ ഹോട്ടലിൽ KPCC അധ്യക്ഷൻ ഇവിടെ തലസ്ഥാനത്തുണ്ട്. അദ്ദേഹം ഇവിടെയാണ് ഇന്നലെ താമസിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഇവിടെ നിന്ന് KSUവിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുക്കാൻ നെയ്യാർ ഡാമിലേക്ക് പോകുമെന്നാണ് അറിയിപ്പുള്ളത്. K. സുധാകരന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിലുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിന്റെ പ്രതികരണവും വളരെ നിർണായകമാണ്. ഇത്തരമൊരു ആരോപണം ബാർ ഉടമകൾ വെറുതെ ഒരു ശബ്ദരേഖ അല്ലെങ്കിൽ ഇല്ലാത്ത കഥ ആർക്ക് നൽകിയെന്ന് പറയുന്നില്ല എന്ന ചെറിയ ന്യായീകരണങ്ങൾ കൊണ്ട് സർക്കാരിന് മറികടക്കാനാകുമോ എന്ന കാര്യം കണ്ടറിയണം. ഏതായാലും സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും ഒരു ബാർക്കോഴ കാലത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ പ്രധാന പുതിയ മദ്യനയത്തിന് മറവിൽ സർക്കാർ പണം പിരിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്ഷേപത്തിന് ശക്തി പകരുന്നതല്ലേ പുതിയ പ്രതികരണങ്ങൾ വന്നതിപ്പോൾ? തീർച്ചയായും പണം പിരിക്കുന്ന ആരോപണങ്ങൾ ഈ ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്. അത്തരം സംസ്ഥാന മദ്യമൊഴുക്കാൻ സർക്കാർ ഇടപെടുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. വ്യാപകമായി ലൈസൻസുകൾ, ബാർ ലൈസൻസുകൾ നൽകുന്നു. IT പാർക്കുകളിൽ മദ്യവിൽപ്പനയ്ക്കുള്ള നീക്കം സർക്കാർ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം IT പാർക്കുകളിൽ മദ്യവിതരണത്തിനുള്ള ഉത്തരവ് ഇറങ്ങും. വ്യവസായ പാർക്കുകളിൽ മദ്യവിതരണത്തിനുള്ള ലൈസൻസുമായി സർക്കാർ മുന്നോട്ട് വരുന്നു. അത്തരത്തിൽ പല നീക്കങ്ങളും നടത്തുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സർക്കാർ പണം പിരിക്കുന്നു അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കാനായി. അരുൺ, ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ഈ മദ്യനയത്തിൽ ഇളവിന് കോഴ നൽകണമെന്നൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ശബ്ദ സന്ദേശം സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണമാണെന്ന് പറയാൻ സാധിക്കുമോ? എന്താണ് പ്രതികരിക്കാനുള്ളത്? കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ ദുരൂഹ സാഹചര്യത്തില് ഒന്ന്
മദ്യത്തിന്റെ വില കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അതേസമയം ലൈസൻസ് ഫീസ് അവർ മേടിക്കത്തക്ക വിധത്തിൽ മേടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ദുരൂഹമായ സാഹചര്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പൊ ശബ്ദരേഖ തന്നെ പുറത്തു വന്നതോടുകൂടി വളരെ കൃത്യമായല്ലോ. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് മറുഭാഗത്ത് നിന്ന് വാദഗതികൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതെല്ലാം ഇതിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്. അത് പൊതുസമൂഹത്തിന് ഒരിക്കലും വിലപ്പോവുകയില്ല. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ഗവൺമെന്റ് തന്നെ പരസ്യമായിട്ട് പറയണം. ഇവിടെ ഒരു മദ്യ മുതലാളി തന്നെ ആളുകളോട് പറയുകയാണ്, ഇത്ര ലക്ഷം രൂപ വെച്ച് ജീവിക്കണം, അത് കൊടുക്കാൻ വേണ്ടിയാണ്, നയത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. അപ്പൊ നയം വിലക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പണികളാണ്. അത് ബഹുജന സമക്ഷം വരട്ടെ, ആളുകൾ ഇതിനെക്കുറിച്ച് അറിയട്ടെ, മദ്യനയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യതിയാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയട്ടെ. ഇപ്പൊ ഏറ്റവും അവസാനമായി പബ്ബുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. സബ്ജക്ട് കമ്മിറ്റിയെ പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ആ നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വാർത്തകളാണ് ഇന്നലെയും മിനിയെന്നുമായി വന്നിരിക്കുന്നത്. അപ്പൊ കേരളത്തെ മദ്യശാലയാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമമാണ്. ഇവിടെ ഏതാണ്ട് 1000-ഓളം വരുന്ന ബാറുകൾ അനുവദിച്ചു കഴിഞ്ഞു. ഇനിയും മറ്റ് നടപടികളിലേക്ക് അവർ പോവുകയാണ്. ഇതുവരെ മദ്യം ചെന്ന് പ്രവേശിച്ചിട്ടില്ലാത്ത നമ്മുടെ IT പാർക്കുകൾ കൂടി മദ്യത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. പകൽ 11 മുതൽ രാത്രി 11 വരെ അത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നടപടിയാണ്. കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പബ്ബുകൾ ആരംഭിച്ച് സമൂഹത്തെ തന്നെ ദുഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. അല്ല, ഈ മദ്യനയമല്ല മദ്യവർജനമാണ് നിലപാടെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാരാണ് ഭരിക്കുന്നത്. ഈ സർക്കാരിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണവും ഉയർന്നു വരുന്നത്. ഇപ്പൊ മദ്യവർജനം എന്ന് പറയുന്നത് ഒരു വർത്തമാനം മാത്രമല്ലേ ഉള്ളൂ. പ്രവർത്തനത്തിൽ മദ്യവർജനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ പ്രവർത്തനം എന്താ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നടപടി മദ്യവർജനത്തിന് അനുകൂലമായിട്ടുള്ളതാണോ? ഒന്നുമല്ല. വർത്തമാനം പറയുമ്പോ മാധ്യമങ്ങളെ കാണുമ്പോൾ മദ്യവർജനമാണ് എന്ന് പറയും. പക്ഷേ ഫലത്തിൽ ഫയലുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദ്യമാണ് എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രൂപം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് ഇരട്ടത്താപ്പാണ്. ഇതിനെതിരായിട്ട് ജനങ്ങൾ ഒരുമിച്ച് പ്രതികരിക്കണം. ശ്രീ തിരുവഞ്ചൂർ, ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ്, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്. ഇത് ഇടത് സർക്കാരിനെ സംശയത്തിലാക്കുമോ? സർക്കാർ മറുപടി പറയേണ്ടി വരുമ്പോ? അതോടൊപ്പം ഒരു ചോദ്യം കൂടി, എന്തായിരിക്കും ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം? ആദ്യം ഈ ഗവൺമെന്റ് മറുപടി പറയട്ടെ. ഗവൺമെന്റ് അവരാണ് റിപ്ലൈ പറയണ്ടേ. അവർ റിപ്ലൈ പറയട്ടെ, എങ്ങനെയാണ് ഇത് വന്നത് എന്ന് അവർ പറയട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റ് ലൈസൻസ് മാറ്റുന്നതിന് വേണ്ടി നടപടിയെടുത്ത ആളിനെ അറസ്റ്റ് ചെയ്യട്ടെ. അതിനുള്ള നടപടികൾ എന്തെങ്കിലും കൊണ്ടുപോകട്ടെ. ഇവർ നിരപരാധികളാണെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണ്ടേ? അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്താണ് ഇനിയുള്ള നീക്കം നടത്തേണ്ടത്. ആ നീക്കം എന്തായാലും ശരി പോസിറ്റീവ് അല്ലെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായും പ്രതികരിക്കും. അപ്പോൾ സർക്കാരിന്റെ പ്രതികരണത്തിന് ശേഷം മാത്രമേ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുള്ളൂ എന്നാണ് അഭിപ്രായം പറഞ്ഞല്ലോ. ഞങ്ങൾ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാടുള്ള ആളുകളാണ്. കാരണം രണ്ടാണ് സെറ്റ്. ഒന്ന്, മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി. രണ്ട്, ഏറ്റവും വലിയ അഴിമതി കേസ്. അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഒരു ഭൂതം പോലെ പുറത്തിറങ്ങി വരുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് സൈലന്റായി എല്ലാ കാര്യത്തിലും സൈലന്റായി ഇരിക്കുന്ന ഒരു തനി സ്വഭാവമുണ്ട്, സാധാരണ സ്വഭാവം. ഈ കാര്യത്തിനകത്ത് ആരാണ് പണം മേടിച്ചത്, ആരാണ് കളക്ട് ചെയ്യാൻ പറഞ്ഞത്, ആരുടെ കയ്യിലാണ് പണം ഏൽപ്പിച്ചത്, ഈ സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ബി അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണപ്പിരിവെന്നും 2 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കാണ് പണം നൽകിയത്, ആരാണ് പണം ആവശ്യപ്പെട്ടത്, ആരുടെ കയ്യിലാണ് പണം ഏൽപ്പിക്കേണ്ടത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ബാർ ഉടമകൾ വ്യക്തത വരുത്തുമോ? അത് പ്രതീക്ഷിക്കണമോ നമ്മൾ?
തീർച്ചയായും വ്യക്തത വരുത്തേണ്ട അവർ തന്നെയാണ്. സർക്കാരിന് ആദ്യം ഈ ഘട്ടത്തിൽ പറഞ്ഞൊഴിയാൻ പറ്റുന്ന ഒരു പിടിവള്ളി തന്നെയാണ് ബാർ ഉടമകളുടെ ശബ്ദ സന്ദേശത്തിൽ ആർക്കാണ് പണം നൽകേണ്ടത്, ആരാണ് പണം ആവശ്യപ്പെട്ടതെന്ന ചോദ്യം. പക്ഷേ ആർക്കാണ് പണം നൽകേണ്ടതെന്ന് വ്യക്തമാണ്. ഒന്നുകിൽ ഉദ്യോഗസ്ഥർക്ക് നൽകണം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം നൽകണം. സംസ്ഥാനത്ത് ബാറുകളുടെ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ഡ്രൈ ഡേ എന്ന വർഷങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന ഒരു രീതി മാറ്റണം. ആ ഒരു നയം മാറ്റണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിന് നേതൃത്വം നൽകുന്ന മുന്നണിയാണ്, സ്വാഭാവിക ഇടതു മുന്നണിയാണ് അത്തരത്തിൽ ഈ പണം അല്ലെങ്കിൽ മദ്യത്തിൽ മാറ്റം വരുത്തേണ്ടവർ സർക്കാരിലൂടെ നടപ്പാക്കണം. അങ്ങനെ പണം നൽകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എക്സൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം നൽകണം. അത് ആണ് നൽകേണ്ടത്. പക്ഷേ അവിടെ അപ്പോഴും ആർക്ക് നൽകണമെന്ന് ശബരിമല പറയാത്തിടത്തോളം സർക്കാരിന് അത് പ്രതിരോധിക്കാൻ കഴിയും. ഇതുവരെ പണം നൽകിയിട്ടില്ല എന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ബാർക്കോഴ ആരോപണത്തിലടക്കം അന്നത്തെ ഭരണപക്ഷം പ്രധാന വാദമുഖങ്ങളായി നിർത്തിയത്, തങ്ങളുടെ പ്രതിരോധമായി തീർത്തത് പണം നൽകാൻ അവർ തയ്യാറായി, പക്ഷെ ആരും വാങ്ങിയിട്ടില്ല. പണം വാങ്ങിയതിന് തെളിവില്ല എന്ന കാര്യമാണ് പ്രധാനമായും അന്നത്തെ ഭരണപക്ഷം അവരുടെ പ്രതിരോധ ആയുധമായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത്തരമൊരു അവസരം സർക്കാരിനുണ്ട്. പക്ഷേ ഇതിലെന്തൊക്കെയോ ക്രമക്കേടുകൾ നടക്കുന്നു, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. ബാർ ഉടമകൾ ഇന്നലെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് കൊച്ചിയിൽ ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഇത്തരമൊരു ശബ്ദ സന്ദേശം സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ ആൾ ഇടുക്കി അബ്കാരി മുതലാളിമാരുടെ, ഇടുക്കി ബാർ മുതലാളിമാരുടെ ഗ്രൂപ്പിലിടുന്നത്. അപ്പോൾ കൃത്യമായ ഒരു യോഗ തീരുമാന പ്രകാരമാണ് ഇതിന് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രതികരിക്കേണ്ടതുണ്ട്. എങ്കിലും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായും അത് തന്നെയാണ്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അരുൺ, ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മദ്യനയത്തിൽ സജീവമായി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം വരുന്നത്. ഒരു പക്ഷേ ഇനി വരുന്ന മണിക്കൂറിൽ വലിയ ചർച്ചകളാകാവുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കൃത്യമായും അരുൺ തന്നെ സൂചിപ്പിച്ചു, ഇടുക്കിയിലുള്ള നേതാവാണ് ഇത് പറഞ്ഞത്, ഇടുക്കിയിലാണ് ഈ ഒരു ചർച്ച നടന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റിടത്ത് നടക്കുന്നുണ്ടോ, അത്തരം നിർദ്ദേശങ്ങൾ മറ്റിടത്തേക്കും കൂടി പോകുന്നുണ്ടോ, അത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഈ ശബ്ദരേഖ മാത്രമാണ്. ബാർ അസോസിയേഷൻ നേതാവിന്റെ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഈ ശബ്ദ സന്ദേശം മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സംശയമെങ്കിലും ഉന്നയിക്കാൻ കഴിയുന്ന ഒരു തെളിവ്, ഒരു രേഖ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത് ഈ ബാർ ഉടമകൾ തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തും അതിൽ വിശദീകരണം വരേണ്ടതുണ്ട്. ഈ ആരോപണം തള്ളിക്കളയാണ് സ്വാഭാവികമായും ഒരു അന്വേഷണത്തിന് കൂടി സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തും. ഇപ്പോൾ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേരുകയാണ്. നിയമസഭാ സമ്മേളനത്തിനുള്ള ഷെഡ്യൂൾ തീയതി തീരുമാനിക്കാൻ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. സ്വാഭാവികമായും നിയമസഭയിലടക്കം ഈ വിഷയങ്ങൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ദിവസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ സമ്മേളനത്തിലെ ചൂടുപിടിപ്പിക്കുന്ന വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. എങ്ങനെ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കും? പ്രതിപക്ഷം ഈ ആരോപണം അതിശക്തമായി തന്നെ ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് സ്വാഭാവികമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയമായി, രാഷ്ട്രീയ വിഷയമായി മാറും. ഏതായാലും KPC അധ്യക്ഷൻ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് ഈ ബാർ ഹോട്ടലിലാണ് അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ താമസമുണ്ട് അദ്ദേഹം. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. KPCCയിൽ വെച്ച് കാണാം. ഇവിടെ അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോകാനായി റെഡി ആയിട്ടില്ല. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് കാണുകയുമില്ല. പകരം KPCC ഓഫീസിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹത്തിന്റെ അടുത്തൊരു അനുയായി അല്പസമയം നമ്മോട് പറഞ്ഞിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. അത് ഇവിടെ നിന്ന് കണ്ടാലും KPCC ഓഫീസിൽ നിന്ന് കണ്ടാലും KPCCയുടെ അധ്യക്ഷന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ പോകുന്നത്? അതൊരു ആരോപണം മാത്രമായി തള്ളിക്കളഞ്ഞുകൊണ്ട് വസ്തു പുറത്തുവരട്ടെ എന്ന് പറഞ്ഞ് പ്രതിപക്ഷം കാത്തുനിൽക്കുമോ? അല്ല, സർക്കാരിന് ലഭിച്ച ഏറ്റവും വലിയൊരു ആയുധമായി. കാരണം ഈ ബാർ കോഴ ആരോപണത്തിന്റെ വേദനയും കയ്പും ഒക്കെ അറിഞ്ഞ ഒരു മുന്നണിയാണ് UDF. ഒരു ഭരണം തന്നെ നഷ്ടമായ, അവരുടെ പതിറ്റാണ്ടുകളായി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സഖ്യകക്ഷിയെ, പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയെ തന്നെ നഷ്ടപ്പെട്ട അതിന്റെ വേദന പേറുന്ന, ഇപ്പോൾ അവരെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയുടെ പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ അധ്യക്ഷനാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിനെതിരെ ലഭിക്കുന്ന അന്ന് ബാർക്കോഴ ആരോപണത്തിൽ ഒരു ഭരണം നഷ്ടമായെങ്കിൽ, തുടർന്ന് ഭരണം നഷ്ടമായെങ്കിൽ, അവരുടെ മുന്നണി ബന്ധത്തിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടായെങ്കിൽ അതിന് മറുപടി പറയാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരമായി പ്രതിപക്ഷം ഇത് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർ, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കത്താൻ പോകുന്ന, പടർന്നു പിടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആരോപണമായി ഇപ്പോഴത്തെ ശബ്ദരേഖ മാറാൻ തന്നെയാണ് എല്ലാ സാധ്യതയുമുള്ളത്. അത് എങ്ങനെയാകുമെന്ന് പറയേണ്ടത് KPCCയുടെ അധ്യക്ഷനാണ്, ഇവിടെയുള്ള KPCCയുടെ പ്രസിഡന്റ് K. സുധാകരനാണ്.
തീർച്ചയായും എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്ന ഇത്തരത്തിലൊരു ആരോപണം അത് പ്രതിപക്ഷ പാർട്ടികളടക്കം വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ അനുമോന്റെ ശബ്ദരേഖയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടാകുമോ എന്ന കാര്യം ഇനി അറിയാനുണ്ട്. ആർക്കാണ് പണം നൽകിയത്, ആരാണ് പണം ആവശ്യപ്പെട്ടത്, പണം എവിടേക്കാണ് പോകുന്നതെന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഡൽഹി മുഖ്യമന്ത്രി അടക്കം ജയിലിൽ കിടന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണവും വലിയ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ വിഷയമായി ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അത് വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പാർപ്പിച്ചിട്ടുണ്ട്. 20ഓളം പേർ ഈ ക്യാമ്പിൽ ഉണ്ട്. മണ്ണിടിച്ചിലിൻ്റെ വളരെ സജീവമായൊരു സാധ്യത ആ മേഖലയിൽ ഉണ്ട് എന്നതാണ്. അവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതികൾക്കടക്കം രൂപം നൽകിയിരുന്നു. നേരത്തെ നമ്മൾ അവരുടെ ദുരിതങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് രൂപം നൽകിയിരുന്നു. അത് പ്രാവർത്തികമായിട്ടില്ല എന്നതാണ്. തിരിച്ച് കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾക്ക് ഇപ്പോഴുള്ളൊരു താൽക്കാലിക ശമനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുടെ ഇപ്പോഴുള്ള പെയ്ത്തിലെ അതിൻ്റെ ഒരു തോത് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം. അതാണ് ഡാനി ആശങ്ക. കാരണം ഇന്നും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യത അത് കൂടുതലാകും എന്ന് കരുതണം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് കരുതേണ്ടത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കനാലുകളുടെ ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി, അതോടൊപ്പം അതിൻ്റെ ഒരു കൃത്യമായൊരു ശുചീകരണം. അത് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് മന്ദീഭവിച്ചു. പല കാരണങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് വെള്ളക്കെട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഈ സമയത്ത് ഓടി നടന്ന പലയിടത്തും തടസ്സങ്ങൾ നീക്കാനും വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് സുഗമമാക്കാനും എല്ലാം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും വെള്ളം അധിക നേരം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അധിക നേരം തങ്ങി നിൽക്കുകയും കാര്യമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. പക്ഷെ വെള്ളം തിരികെ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. രാത്രി പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, ഇടുക്കി എന്നീ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി നാളെയോടെ ചുഴലിക്കാറ്റായി മാറിയേക്കും. കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാണ്. ശക്തമായ തിരയിലും കാറ്റിലും കാസർഗോഡ്, നീലേശ്വരം, തൈക്കടപ്പുറത്ത് ബോട്ട് തകർന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 100-ലധികം പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ റെഡ് അലേർട്ടാണ്. അവിടെ ഡാനി ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. നിലവിൽ എന്താണ് സാഹചര്യം? മഴയുണ്ടോ? വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ടോ? എറണാകുളം ജില്ലയിൽ പലയിടത്തും തന്നെ മഴ ശക്തമായിട്ട് തുടരുകയാണ്. ചിലയിടത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കൊച്ചി നഗരത്തിലേക്ക് വരികയാണ്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പനമ്പള്ളി നഗർ, അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡ്, കലൂർ മേഖല ഇവിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർന്ന് വെള്ളക്കെട്ട് അത് മഴയുടെ ഏറ്റക്കുറച്ചിലുകളനുസരിച്ച് തന്നെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. എറണാകുളത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. അത് കാക്കനാട് കീരേലി മഴ എന്ന് പറയുന്ന ഇടത്തെ അവിടെ നിന്നുള്ള ഏതാണ്ട് 10ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴയാണ്. രാത്രി പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും എറണാകുളം, തൃശൂർ ജില്ലകളിൽ, ഈ 2 ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലേർട്ടാണ്. അതുകൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്,
മലപ്പുറം, വയനാട്, ഇടുക്കി എന്നീ 8 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനേ സാഹചര്യമുള്ളൂ. കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഡാനിയുടെ ശബ്ദത്തിൽ ചെറിയൊരു തകരാറുണ്ടായിരുന്നു. ഡാനി ഇപ്പോൾ ഉള്ളത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അവിടുത്തെ ആളുകൾക്ക് ആദ്യം തന്നെ ചോദിക്കട്ടെ, അവിടുത്തെ ആളുകൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കീരേലി മല എന്ന് പറയുന്ന ആ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പ്, അവിടെ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ക്യാമ്പിലെ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് അമ്മ ഇങ്ങോട്ടെത്തിയത്? ഇന്നലെയാണോ? ഇന്നലെ രാത്രിയാണോ? ഇന്നലെ രാത്രിയിലെ വന്നത്. ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ ഒരു 6 മണിയൊക്കെ അവിടെ മണ്ണിടിച്ചിലിൻ്റെ ഇതനുസരിച്ചാണ് വന്നത്. പിന്നെ എൻ്റെ പേരെ മൊത്തവും ചോർച്ചയായിരുന്നു. അതൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ ഇന്നലെ എത്തിയോ അതോ ഇന്നാണോ ഇവിടേക്ക്? എപ്പോഴാണ് എത്തിയത്? ഇന്നലെ 5 മണിയോടുകൂടി എത്തി. വീട് എല്ലാ വർഷവും അവിടെ നിന്ന് ആളുകളെ മാറ്റാറുണ്ടല്ലോ അല്ലേ? മഴ എല്ലാ ദിവസവും മാറ്റാറുണ്ട്. എല്ലാ ദിവസവും മാറ്റാറുണ്ട്. ഇവിടെ വരാറുണ്ട്, കിടക്കാറുണ്ട്. പിന്നെ മഴ മാറുമ്പോൾ പോകാറുണ്ട്. തിരിച്ചു പോകുന്ന മുഴുവൻ പേരും പോകുന്നോ അവിടെ നിങ്ങോട്ട്? പോന്നിട്ടുണ്ടല്ലേ? സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം പ്രായമായവരും എല്ലാം തന്നെ ഈ ക്യാമ്പിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് വീട്ടിൽ ഇപ്പോഴത്തെ അവിടെ വീട്ടിലൊരു അവസ്ഥ? ഇപ്പോഴും മണ്ണ് ഇടിയുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ മഴ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പം ഇന്നലെ 5 മണിയായപ്പോൾ ഇവിടെ നിന്ന് സാറുമാർ വന്ന് ഞങ്ങളോട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ചെയ്യണത്. എല്ലാ വർഷവും അവർ നമ്മളെ മാറ്റാറുണ്ട്. പിന്നെ ഭയങ്കര ദുരിതാവസ്ഥയാണ് അവിടെ. മണ്ണ് ഇങ്ങോട്ട് മൊത്തം ഒരു 6 വീട് മേളിലും 7 വീട് താഴെയുമുണ്ട്. അപ്പോൾ ഈ 6 വീടും ഞങ്ങളുടെ പുറത്തോട്ടായിരിക്കും വീണത്. അപ്പം അതുകൊണ്ട് തന്നെ മഴ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നത് നമുക്കൊരു വല്ലാത്തൊരു ഘട്ടം. കാരണം ഇന്നലെ വന്നിട്ട് കിടക്കാനൊന്നും നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. കാറ്റൊക്കെ അടിച്ച് കയറുന്നതിന് പിന്നെ സുഖമില്ലാത്തതാണ് ചേട്ടന് ശ്വാസം മുട്ടൊക്കെയാണ്. അങ്ങനെ സുഖമുള്ള ഈ ചേച്ചിക്കും സുഖമില്ല. പിന്നെ നമ്മളിപ്പോൾ 2018 തുടങ്ങി ക്യാമ്പിൽ കയറി ഇറങ്ങണേണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ക്യാമ്പിൽ വരാറുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുടെ ഇതിൽ. പിന്നെ നമുക്കിപ്പോൾ സ്ഥലം കിട്ടിയിട്ടുണ്ട്. കൊച്ചിറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന കളക്ടർ വഴിയായിട്ട് നമുക്ക് സ്ഥലം കണ്ടെത്തി പെര പണിയണം. അപ്പോൾ ഈ വർഷവും കൂടി ഇങ്ങനെയൊക്കെ പോകുമെന്നാണ് പറയണത്. നമുക്കറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിലോട്ട് വരരുതെന്ന് പ്രാർത്ഥനയും. കുഞ്ഞു മക്കളൊക്കെ വലിയ ഇതുങ്ങളൊക്കെ കുഞ്ഞായപ്പം തുടങ്ങി അങ്ങ് ക്യാമ്പിൽ നടക്കണേണ്. 2018 തുടങ്ങി അങ്ങ് ഇവിടെ തന്നെ ഉണ്ട്. സ്കൂളൊക്കെ തുറക്കാറായോ? ഇനിയിപ്പോ ഏത് ക്ലാസ്സിലേക്കാ? ഫസ്റ്റ്. ഇന്നലെയാണോ ക്യാമ്പിലേക്ക് എത്തുന്നത്? ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ക്യാമ്പിലേക്ക് വന്നു. ഇവിടെ തന്നെ പഠിക്കുന്നത് അല്ലേ? അതേ ക്ലാസ് റൂമിൽ പഠിക്കുന്ന അതേ ക്ലാസ് റൂമിൽ തന്നെയാണ് കുട്ടി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ കുടുംബം മുഴുവനായിട്ട് ഇവിടേക്ക് കഴിയുന്നു. പലരും രോഗികളായവരുണ്ട്. പലരും വന്നപ്പോഴുണ്ടായിരുന്ന സൗകര്യങ്ങളുണ്ട്. കാരണം വളരെ പെട്ടെന്നാണ് ഇവിടേക്ക് ക്യാമ്പ് നിശ്ചയിച്ച് ഇവിടേക്ക് മാറുന്നത്. ചിലയിടങ്ങളിൽ ചോർന്നൊലിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ആ തുടക്കത്തിലെ ഒരു സൗകര്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ആഹാരമടക്കമുള്ള കാര്യങ്ങളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നു? ഇവിടെ 10 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങളൊക്കെ എല്ലാം? ക്രമീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നമുക്ക്. അപ്പം മൊത്തം കാറ്റൊക്കെ അടിച്ചു. ഇവർ രാത്രി ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചായിരുന്നു. പക്ഷേ ഞാനും ഈ ക്യാമ്പിൽ അന്തേവാസിയാണ്. പക്ഷെ ഇന്നലെ ഞാൻ പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ച് പിന്നെ ഇവരെല്ലാവരും എഴുന്നേറ്റിരിക്കണമായിരുന്നു. അപ്പം ഇന്നലെ പിന്നെ എല്ലാവരും തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊരു ബന്ധു വീട്ടിലൊക്കെ പോയേക്കാം. വരും. ഇനി ആരും വരാനില്ല, ഉള്ളവർ വന്നായിരുന്നു. കീരേലി മല എന്ന് പറയുന്ന കാക്കനാടുള്ള ഈ പ്രദേശത്തെ അവിടെ നിന്നുള്ള കുടുംബങ്ങളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ ആ സൗകര്യങ്ങൾ വന്നപ്പോഴുണ്ടായിരുന്ന ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലായും തന്നെ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ 2 ക്ലാസ് റൂമുകളിലായിട്ട് തന്നെ അവരെ ക്രമീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ചേച്ചി, മുഴുവൻ പേരും വീട്ടിലിങ്ങോട്ടാണോ പോന്നിരിക്കുന്നത്?
അതെ, മുഴുവൻ പേരും വന്നിട്ടുണ്ട്. 1-2 വീട്ടുകാർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വീട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ വലിയ ഭീഷണിയാണോ? മണ്ണിടിച്ചിൽ? മണ്ണിടിച്ചൽ വലിയ ഭീഷണി തന്നെയാണ്. മണ്ണിടിഞ്ഞുണ്ട്. പിന്നെ കാറ്റത്ത് മരമൊക്കെ മറിഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇപ്പം ഞങ്ങളവിടെ ഇല്ല, അവിടെ ഉള്ളവർ അറിഞ്ഞതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഇവിടേക്ക്, ഏതാണ്ട് 20-ലധികം പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ, ഇന്നലെയാണോ എത്തിയത്? ഇന്നലെ 5 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ പലതവണയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ? വരുന്നത് ഈ വരലും പോക്കും മാത്രമേ ഉള്ളൂ. ഈ വയ്യാത്ത ആൾക്കാർ ഈ ഓട്ടം കൂടി ആകുമ്പോൾ പറ്റില്ല. പിന്നെന്താ ചെയ്യണേ? രാവിലെയും ഭേദമല്ലേ? മണ്ണിടിഞ്ഞ് ചത്താൽ പിന്നെ എല്ലാം പറയാൻ പറ്റുമോ? എന്തായാലും ക്യാമ്പിലേക്ക് എത്തിയതിൻ്റെ ഒരു ആശ്വാസവും അതോടൊപ്പം തന്നെ എല്ലാവിധ നിസ്സഹായസ്ഥയും അമ്മയുടെ വാക്കുകളിലുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. 2018 മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി കിരേലി മലയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴിപ്പിച്ച് മാറ്റുന്നുണ്ട്. ആ ദുരിതം ഇപ്പോഴും തന്നെ അവർക്ക് തുടരുന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം പലപ്പോഴും ഇവരെ ഈ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റുന്ന, സ്ഥിരമായി ഈ സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സാഹചര്യം കൊച്ചിയിൽ കനത്ത മഴയാണ്, റെഡ് അലേർട്ടാണ്, നിരവധി ക്യാമ്പുകൾ തുറന്നതിൽ ഒരു ക്യാമ്പിലാണ് ഇപ്പോൾ ഡാനി ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റാൻ അധികൃതർ കാണിക്കുന്ന ശ്രദ്ധ, അവിടെയുള്ള ആളുകൾക്ക് ഉള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലും കാണിക്കണമെന്ന് പറയുകയാണ്. ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് അജയ് ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ മഴയുടെ ഒരു സാഹചര്യം? പക്ഷിപ്പനി അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കോട്ടയത്തുണ്ട്. മഴയുണ്ടോ? വലിയ മഴ തന്നെയാണോ രാവിലെ? കഴിഞ്ഞ രാത്രിയും രാവിലെയും ഒക്കെ കിഴക്കൻ മേഖലയിൽ, അതായത് മലയോര മേഖലയിൽ ശക്തമായ മഴ തന്നെ പെയ്തിട്ടുണ്ട് ഭവ്യ. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട അടക്കമുള്ള, പാല അടക്കമുള്ള മേഖലകളിൽ ശക്തമായ മഴ തന്നെ പെയ്തു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതായത് ഇന്നലെയൊക്കെ കോട്ടയം താലൂക്കിലും കുറവിലങ്ങാടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, അല്ലെങ്കിൽ കുമരകത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തതെങ്കിൽ അത് മലയോര മേഖലയിലേക്ക്, ഇടുക്കിയോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് മഴ മാറിയിട്ടുണ്ട്. കോട്ടയത്തും മഴ പൂർണ്ണമായും മാറിയിട്ടില്ല, പലയിടത്തും മഴ പെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്നലത്തെ അത്ര ശക്തമായ മഴ എന്ന് കോട്ടയം താലൂക്ക് ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ വയ്യ. എന്തായാലും നിലവിൽ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലും ജില്ലയിൽ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഒരു നദിയിലും മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം ഇതുവരെയും എത്തിയിട്ടില്ല. ഇടയ്ക്കിടെ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട്, ഈ പെയ്യുന്ന വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനിടെയാണ് ഈ മണർകാടാണ് ഒരു സ്വകാര്യ കോഴി ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. H5N1 പനിയാണ് സ്ഥിരീകരിച്ചത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലം ഇന്നലെയാണ് വന്നത്. എന്തായാലും ഇതിന്റെ ഈ 9,000-ഓളം കോഴികളാണ് ഇവിടെയുള്ളത്. ഇതിനെ പൂർണ്ണമായും കള്ളിംഗ് പ്രവർത്തനത്തിലൂടെ ഇല്ലാതാക്കും. ഒപ്പം തന്നെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിലടക്കമുള്ള ഇത്തരം പക്ഷികളെയും കൊന്നൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം മൃഗസംരക്ഷണ വകുപ്പിന്റെ എല്ലാം ഏകോപനത്തോടുകൂടി നടത്തുകയാണ്. ഈ മേഖലയിൽ ഈ മുട്ടയടക്കം, കോഴി മുട്ടയടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനും ഇറച്ചി വിൽക്കുന്നതിനും ഒക്കെയുള്ള നിരോധനവും ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മഴ തുടരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെയൊന്നും കാര്യമായി ബാധിക്കില്ല. അതെല്ലാം പ്രാദേശികമായി തന്നെ നടത്തി തീർക്കും. നേരത്തെയും കഴിഞ്ഞ വർഷവും ഒക്കെ പക്ഷിപ്പനി വന്നപ്പോൾ ഉള്ളതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ തന്നെ ഇത്തവണയും തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഭവ്യ. നന്ദി. ജി ശ്രീജിത്താണ് കോട്ടയം വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി കാസർഗോഡേക്ക് കൂടി പോകണം. കാസർഗോഡ് KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് രാവിലത്തെ മഴയുടെ സാഹചര്യം? ജില്ലയിൽ വെള്ളക്കെട്ടുണ്ടോ? അതിശക്തമായ മഴയാണോ? എന്താണ് സാഹചര്യം? ഭവ്യ, നേരിയ തോതിൽ മഴ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനിടയിൽ നീലേശ്വരത്ത് തൈക്കടപ്പുറത്താണ് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമൂട്ടിനടിച്ച് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെറുവത്തൂർ മടക്കര കാവുഞ്ചെറിയിലെ ശ്രീനാഥിന്റെ ഉടമസ്ഥയിലുള്ള കാർത്തിക എന്ന ബോട്ടാണ് ഇത്തരത്തിൽ തകർന്നത്. ഇന്ന് പുലർച്ചെ കനത്ത കാറ്റിലും മഴയിലും ഈ നങ്കൂരമിളകി ഒഴുകിപ്പോയാണ് ഈ അഴീത്തല പുലിമൂട്ടിൽ ഈ ബോട്ട് ഇടിച്ച് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഏതായാലും തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് രക്ഷാ ബോട്ട് കടലിലിറങ്ങിയെങ്കിലും ശക്തമായ കാറ്റും തിരിയുമുണ്ടായതിനാൽ പുലിമൂട്ടിനടുത്തേക്ക് ബോട്ട് അടുപ്പിക്കാൻ സാധിച്ചില്ല. ഏതായാലും
ജില്ലയിൽ ഇന്ന് മഴ കുറവുണ്ട്. 2 മരണങ്ങളാണ് ഈ വേനൽ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഭവ്യ. നന്ദി. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. വിവിധ ജില്ലകളിലെ മഴയുടെ സാഹചര്യമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പങ്കുവച്ചത്. എന്തായാലും നിലവിൽ തൃശൂരും ഒപ്പം കൊച്ചിയിലും മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളത്. കനത്ത മഴയാണ് ഈ ദിവസങ്ങളിൽ സംസ്ഥാനം കണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായേക്കില്ല. ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ രൂപം കൊണ്ടുവന്ന ന്യൂനമർദ്ദം മറ്റന്നാൾ വൈകിട്ടോടെ ചുഴലിക്കാറ്റാകുമെന്നാണ് അനുമാനം. റിപ്പോർട്ട് കാണാം. കൊടും വേനലിനിടയിൽ പെട്ടെന്നാണ് വേനൽ മഴ തുടങ്ങിയത്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. വരുന്ന 5 ദിവസം കൂടി കേരളത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടയിൽ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മഴ കനക്കാൻ കാരണമാവുക ഈ ന്യൂനമർദ്ദമാണ്. അപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിന് മുകളിലുമുണ്ട് ഒരു ന്യൂനമർദ്ദം. അതേതാണ്ട് തീവ്ര ന്യൂനമർദ്ദമായി നാളെ കഴിയുമ്പോൾ ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇനി വരാനിരിക്കുന്ന കലിതുള്ളുന്ന കാലാവസ്ഥയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായിട്ടായിരുന്നു ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇത് ഇപ്പോൾ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട് ആന്ധ്ര തീരത്ത് ഇതുമൂലം ശക്തമായ മഴ ലഭിച്ചേക്കും. 26-ാം തീയതിയോടെ തീവ്ര ന്യൂനമർദ്ദം റിമാൽ ചുഴലിക്കാറ്റായി മാറും. ഈ വർഷം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ. ശനിയാഴ്ച രാവിലെയോടെ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കരുതുന്നത്. തമിഴ്നാട് ആന്ധ്ര തീരത്തുകൂടിയായിരിക്കും ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത. ബംഗ്ലാദേശ് തീരത്തായിരിക്കും ചുഴലിക്കാറ്റ് സഞ്ചരിക്കുക. ഞായറാഴ്ച വൈകിട്ടോടെ ബംഗാൾ തീരത്തായിരിക്കും ചുഴലിക്കാറ്റ് തീരം തൊടുക. വരുന്ന ദിവസങ്ങളിൽ ഒഡീഷ, ബംഗാൾ തീരങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഒമാനാണ് ചുഴലിക്കാറ്റിന് റിമാൽ എന്ന പേര് നൽകിയത്. അറബിയിൽ മണൽ എന്നാണ് അർത്ഥം. റിമാൽ ചുഴലിക്കാറ്റ് അതിശക്തമായിട്ടായിരിക്കും ബംഗാൾ, ഒഡീഷ തീരം തൊടുകയെന്നും വലിയ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കുമോ എന്നും ആശങ്കയുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുടനീളം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും മഴ പെയ്തേക്കുമെന്ന നിലയിലുള്ള അന്തരീക്ഷമാണ്. ശക്തമായ കാറ്റും ഉണ്ടാകും. നിലവിൽ സമുദ്രോപരിതലത്തിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലയിടങ്ങളിൽ ഇത് 32 ഡിഗ്രി വരെ ഉയർന്നാണ് നിൽക്കുന്നത്. കേരളത്തിന് 500 കിലോമീറ്ററോളം അകലെയായിരുന്നു വ്യാഴാഴ്ച മഴമേഘങ്ങളുള്ളത്. ഇപ്പോൾ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ മൺസൂൺ എത്തുന്നതിനെ സഹായിക്കും. ഇപ്പോഴത്തെ നിലയിൽ പോയാൽ മെയ് 31-ന് തന്നെ കേരളത്തിൽ കാലവർഷമെത്തും. റിമാൽ ചുഴലിക്കാറ്റിന്റെ ദിശ കാലവർഷത്തിന്റെ വരവിൽ നിർണായകമായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇപ്പോൾ കരുതുന്നത് പോലെയല്ലാതെ മ്യാൻമാർ ലക്ഷ്യമിട്ട് റിമാൽ സഞ്ചരിച്ചാൽ ഇന്ത്യയിൽ മൺസൂൺ എത്തുന്നത് വൈകാൻ ഇടയാക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ തീരത്തോട് ചേർന്നായിരിക്കും റിമാൽ ബംഗാളിൽ തീരം തൊടാൻ പോകുന്നത്. ഇത് ചെന്നൈ, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ കനത്ത മഴയ്ക്കും വഴിവെക്കും. അറബിക്കടലിലെ സാഹചര്യവും മെച്ചമല്ല. ഇപ്പോൾ താപനില പതിവിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ രൂപപ്പെട്ടേക്കാം. റിമാൽ ചുഴലിക്കാറ്റിനെ ആശ്രയിച്ചായിരിക്കും എന്തായാലും കേരളത്തിലെ കാലവർഷത്തിന്റെ തുടക്കം. ശരി, ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. കേസിലെ 1-ാം പ്രതിയായ രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത്. കേസിൽ പെൺകുട്ടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. മുഖ്യപ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹർജി കോടതി പരിഗണിക്കുന്നപ്പോഴത്തേക്ക് കോടതി ഹർജി പരിഗണിക്കും. എന്താണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, പുതിയ വിശദാംശങ്ങൾ? പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട പ്രതി രാഹുൽ ഇപ്പോഴും ജർമ്മനിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കൈക്കൊള്ളുമ്പോഴും ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം നൽകിയിട്ടും അതിനൊരു മറുപടി ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റെഡ് കോർണർ അടക്കമുള്ള നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനകളുണ്ടെങ്കിലും അതൊന്നും എങ്ങും എത്താത്തൊരു സാഹചര്യം. ഒപ്പം റെഡ് കോർണർ നോട്ടീസ് നൽകിയാലും പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നതിൽ പൂർണ്ണമായും ഒരു ഉറപ്പ് പോലീസിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സങ്കീർണമായാണ് ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ്
ഈ പ്രതിയെ വിദേശത്തേക്ക് പോകുന്നതിന് സഹായിച്ച ആളുകളെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രാജേഷ് എന്ന കൂട്ടുകാരൻ തന്നെയായിരുന്നു. കൂട്ടുകാരനാണ് ബംഗളൂരുവിലേക്ക് രാഹുലിനെ എത്തിച്ചത്. രാഹുലിന് ഈ രാജേഷിനെതിരെ കേസെടുക്കുകയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാഹുലിനെ അറിയാൻ സഹായിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത്ലാലാണ് എന്ന് പോലീസിന് വ്യക്തമായത്. അതായത് ആദ്യം ഈ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ, അല്ലെങ്കിൽ അന്ന് പെൺകുട്ടി നൽകിയ മൊഴിയിൽ ദുർബലമായ വകുപ്പുകൾ പ്രകാരമാണ് പിന്നീട് കേസെടുത്തത്. വിഷയം പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും പോലീസ് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക്, പ്രത്യേകിച്ചും വധശ്രമവും ശ്രീപീഡന കുറ്റവും അടക്കം പ്രതിക്കെതിരെ ചുമത്തുകയും ചെയ്തപ്പോൾ ഇതിനുള്ള സാധ്യത മുൻകൂട്ടി ശരത്ലാല് രാഹുലിനെ അറിയിക്കുകയും രാഹുൽ വളരെ പെട്ടെന്ന് തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും പോവുകയുമായിരുന്നു. എന്തായാലും ഈ സാന്നിധ്യത്തിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കുറ്റമാണ് ശരത്ലാലിന്റെ പേരിലുള്ളത്. ഇദ്ദേഹത്തെ നേരത്തെ പോലീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപട്ടികയിൽ ചേർത്ത് ഇതോടുകൂടിയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും. നേരത്തെ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ പോലീസ് റിപ്പോർട്ട് തേടിയിരുന്നു. 27 കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസ് പരിഗണിക്കും മുമ്പാണ് ഈ യുവതിയുടെ ഗാർഹിക പീഡനത്തിനിരയായ യുവതിയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. ഇന്നലെ കോഴിക്കോട് കോടതിയിൽ എത്തിയാണ് രഹസ്യമൊഴി നൽകിയത്. എന്തായാലും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ താൻ നേരിട്ട കഠിന പീഡനത്തെക്കുറിച്ച് പറഞ്ഞ വിവരങ്ങളിൽ കൃത്യത കുറച്ചുകൂടി വരുത്തിയിട്ടുണ്ട്. ഒപ്പം അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കൂടുതൽ കാര്യങ്ങൾ രഹസ്യമൊഴിയിൽ ഉണ്ടായേക്കും എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ വിദേശത്ത് നിന്നും ഈ പരാതിക്കാരിയുടെ അമ്മയെ നിരന്തരം വിളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു അനുനയ നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്ന് വ്യക്തമാവുന്നു. പക്ഷേ കുടുംബം ഇത്തരത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല താനും ഇപ്പോൾ. നന്ദി. എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തേക്കും. അടുത്ത മാസം 10 മുതൽ ജൂലൈ അവസാന ആഴ്ച വരെയാണ് നിയമസഭാ സമ്മേളനം വിളിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസിന് ഗവർണർ അനുമതി നൽകാത്തതിനാൽ ബില്ലായി ഇത് സഭയിൽ കൊണ്ടുവരും. സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയും തീവ്ര മഴ മുന്നറിയിപ്പ് സാഹചര്യങ്ങളും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. വി അരുൺ വിശദാംശങ്ങളുമായി ചേരും. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്താണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന്? ജൂൺ 10 ആരംഭിച്ച് ജൂലൈ 24 വരെ നീണ്ടുനിൽക്കുന്ന സഭാ സമ്മേളന കാലയളവാണ് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് നിയമസഭാ സെക്രട്ടറി സർക്കാരിന് ശുപാർശ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളന തീയതി തീരുമാനിക്കും. ഗവർണറോട് സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. 10-ാം തീയതി സഭാ സമ്മേളനം ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച ഓർഡിനൻസ്, തദ്ദേശ വാർഡ് ഓർഡിനൻസിന് നിലനിൽക്കില്ല. കാരണം അത് ഗവർണറുടെ പരിഗണനയിലും പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരം നൽകിയ പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്കും ഓർഡിനൻസ് അയച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഓർഡിനൻസിന് അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഓർഡിനൻസുമായി സർക്കാർ മുന്നോട്ട് പോകാനാകില്ല. സഭാ സമ്മേളനം ചേരുമ്പോൾ തദ്ദേശ വാർഡ് വിഭജന ബില്ല് സഭയിൽ അവതരിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം, ആ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ 1.5 വർഷങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. 1200 വാർഡുകൾ എന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ അധിക വാർഡുകളെങ്കിലും ഉണ്ടാകുന്ന തരത്തിലാകും പുതിയ വാർഡ് വിഭജനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുക്കും. സഭാ സമ്മേളന തീയതി ഗവർണർക്ക് സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. നന്ദി. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ദേശീയ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറെ പ്രധാനം 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. 6 സംസ്ഥാനങ്ങളെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരും. രാകേഷ്, അങ്ങനെ അവസാനത്തേക്ക് അടുക്കുകയാണ് പോരാട്ടം. 6ാം ഘട്ടം എത്തിയിരിക്കുന്നു. 6ാം ഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? പ്രധാനപ്പെട്ട നേതാക്കളടക്കം ജനവിധി തേടുകയാണ് 6ാം ഘട്ടത്തിൽ, അല്ലേ? ഭവ്യ, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹി, ഹരിയാനയിലെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകൾ, UP-യിലെയും ഒപ്പം തന്നെ ബീഹാറിലെയും ഒഡീഷയിലെയും മണ്ഡലങ്ങൾ, അങ്ങനെ 58 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് UP-യിലാണ്.
14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഡൽഹിയിലെ 7 മണ്ഡലങ്ങളൊപ്പം തന്നെ ഹരിയാനയിലെ 10 മണ്ഡലങ്ങളും ഇത്തവണ ഈ 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണ BJPയും സഖ്യകക്ഷികളും ചേർന്ന് 45 സീറ്റിലധികം നേടിയ മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് 1 സീറ്റുകളിലും ഈ മേഖലയിൽ വിജയിക്കുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ നിർണായകമായൊരു ഘട്ടമാണ് 2 സഖ്യത്തെ സംബന്ധിച്ചും ഈ ഘട്ടം എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ ഈ മേഖലകളിലൊക്കെ തന്നെ ഒരു കഴിഞ്ഞ തവണത്തെ തിരിച്ചടി മറികടക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. BJP ആകട്ടെ 400 സീറ്റ് എന്ന മുദ്രാവാക്യം അതിനോട് അടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സമാനമായ പ്രകടനം നടത്തണമെങ്കിൽ ഈ സീറ്റുകളൊക്കെ തന്നെ നിലനിർത്തുകയും വേണം. ഏതായാലും പശ്ചിമ ബംഗാളിലും 8 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയത് BJP ആയിരുന്നു. 8ൽ 5 സീറ്റുകൾ BJP ആണ് വിജയിച്ചത്. അപ്പോൾ ബംഗാളിൽ അടക്കമുള്ള പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും ദേശീയ തലത്തിൽ തന്നെ BJP എത്ര സീറ്റുകൾ നേടിയെന്ന് പറയാൻ കഴിയുക. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിയാന എടുക്കുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ജനവിധി തേടുന്നു. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയായ മെഹബൂബ് മുഫ്തി ജനവിധി തേടുന്നുണ്ട്. ഡൽഹി എടുക്കുകയാണെങ്കിൽ കനയ്യകുമാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഈ 6ാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. ഏതായാലും ഡൽഹി ഏറെ നിർണായകമാകുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യം. അതിന് പുറമെ കേജ്രിവാളിന്റെ ജയിലിലാവുകയും അതിനുശേഷം അദ്ദേഹം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. തുടർന്ന് ഈ ഇന്ത്യ സഖ്യത്തെയൊക്കെ പ്രചാരണം നയിക്കുന്നത് അരവിന്ദ് കേജ്രിവാളാണ്. അതിനുശേഷം സ്വാതി മാലിവാളിന്റെ പരാതി BJP വലിയ രീതിയിൽ പ്രചാരണ രംഗത്ത് ആയുധമാക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ചർച്ചയായ ഒരു ഘട്ടത്തിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നന്ദി. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി ഇന്റർനാഷണൽ വാർത്തകൾ കൂടി പരിശോധിക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് അടക്കം കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറി സാധ്യതകളില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാൻ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരും. രഞ്ജിത്ത്, ഈ ഒരു അപകടം നടന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അട്ടിമറി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അട്ടിമറിക്ക് സാധ്യതകളില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? തീർച്ചയായും ഭവ്യ, ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. അത് റഷ്യയുടെയും തുർക്കിയുടെയും സഹായത്തോടുകൂടിയുള്ള അന്വേഷണമാണ് ഇറാൻ ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ആദ്യ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ഇറാൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഹെലികോപ്റ്റർ നിശ്ചയിച്ചിരുന്ന ഫ്ലൈറ്റ് റൂട്ടിൽ നിന്നും വ്യതിചലിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സംശയം നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് റൂട്ടിൽ നിന്നും വ്യതിചലിച്ചാണോ ഈ ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത്. അങ്ങനെ ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് മാത്രമല്ല, ഈ അപകടമുണ്ടാകുന്നതിന് കൃത്യം 1.5 മിനിറ്റ് മുൻപ് പൈലറ്റ് ഒപ്പം ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം കോൺവോയായി ഉണ്ടായിരുന്ന 2 ഹെലികോപ്റ്ററുകളിലെ ആളുകളുമായി, പൈലറ്റുമായി മറ്റും ആശയവിനിമയം നടത്തിയിരുന്നു എന്നും വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. ഈ സംഭാഷണത്തിൽ സംശയകരമായി അല്ലെങ്കിൽ അപകടമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ഈ പൈലറ്റ് നൽകിയിരുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സംശയം നേരത്തെ ഉണ്ടായിരുന്നത് അട്ടിമറി സാധ്യതകളെ സംബന്ധിച്ചാണ്. അത് ഈ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ മറ്റോ ഇൻവോൾവ്മെന്റ് ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വെടിയുണ്ടകളുടെയോ മറ്റ് സംശയാസ്പദമായ വസ്തുക്കളുടെയോ സാന്നിധ്യം ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. ഈ തകർന്നു വീണ ശേഷം ഹെലികോപ്റ്ററിന് വളരെ പെട്ടെന്ന് തീ പിടിച്ചു. ഇതാണ് ദുരന്തം ഇതിന്റെ വ്യാപ്തി കൂട്ടിയത് എന്നും പറയുന്നുണ്ട്. ഈ ഭൂപ്രകൃതിയുടെയും പ്രത്യേകതയും മഞ്ഞും മഴയും മറ്റും ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ താമസിപ്പിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിന്നീട് റഡാറുകളുടെയും സ്നിഫർ ഡോഗുകളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് പിന്നീട് ഈ സ്ഥലം കണ്ടെത്താനും രക്ഷാസംഘത്തിന് പിറ്റേ ദിവസം രാവിലെ 5 മണിയോടെ മാത്രം, അതായത് അപകടം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ്, 10-12 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ സംഭവ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചിരുന്നത്. പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടും എന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഇബ്രാഹിം റൈസിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി. സൈനിക വിഭാഗങ്ങളുടെയും മതമേധാവികളുടെയും ആത്മീയതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു വിടവാങ്ങൽ, ഈ ഖബറടക്ക ചടങ്ങുകൾ നടന്നത്. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ ഖാന്റെയും അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെയും ഖബറടക്ക ചടങ്ങുകൾ മറ്റ് പ്രദേശങ്ങളിലാണ്, തെഹ്റാൻ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അട്ടിമറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന സംശയത്തിന് ആ സംശയം തൽക്കാലം വേണ്ട എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്.
ഭവ്യ. നന്ദി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേരളത്തിലെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ പെരിയാറിൽ മത്സ്യം കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചാണ് തുക കണക്കാക്കുന്നത്. സബ് കളക്ടർ ഇന്ന് പ്രശ്നബാധിത മേഖലകളിലെത്തി മൊഴിയെടുക്കും. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, അങ്ങനെ പെരിയാറിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, പെരിയാറിൽ കഴിഞ്ഞ ദിവസം ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിച്ചത് 10,000-കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് ഉത്തരവാദി എന്നതിൽ കൃത്യമായി ഉടൻ തന്നെ ഒരു മറുപടി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവർക്കുള്ള കൃത്യമായ ശിക്ഷയും പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണം എവിടെയെത്തി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വാർത്തയുടെ? ഭവിയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം തുടരുകയാണ്. അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് ഇന്ന് സമർപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും ഈ കമ്മിറ്റിയിലുണ്ട്. അവർ അതാത് മേഖലകൾ, അവർക്ക് നിയോഗിക്കപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം നടത്തി ആ റിപ്പോർട്ടും ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇന്ന് കൈമാറുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ പെരിയാറിൻ്റെ നിലവിലെ ഒരു ആവാസ വ്യവസ്ഥ അത് എത്രത്തോളം തകർക്കപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാകും. അതായിരിക്കും ഈ കമ്മിറ്റിയുടെ പഠനത്തിൽ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിലെ ഏറ്റവും കാതലെന്ന് പറയുന്നൊരിടം അത് തന്നെയായിരിക്കും. കാരണം അതാണ് പെരിയാറിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള രാസമാലിന്യങ്ങളുടെ തോത് എത്രയാണ് എന്ന് നിർണ്ണയിക്കുക. അത് എത്ര കാലം കൊണ്ട് അത് ഇനി ഒരു പഴയ നിലയിലേക്ക് ആ പുഴ ഒഴുകിയെത്തുക എന്നതെല്ലാം തന്നെ അതിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുക. അതിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഇനി അവിടെ ഈ മത്സ്യകൃഷി അടക്കമുള്ള കാര്യങ്ങൾ, കൂട് കൃഷി അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയം, അതിൻ്റെ ഒരു കാലം എത്രയെന്നതെല്ലാം തന്നെ നിജപ്പെടുത്തുന്നത് അതിലായിരിക്കും. നിലവിൽ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് മത്സ്യ കർഷകർക്കാണ്. 150ഓളം മത്സ്യ കർഷകരുടെ ഒരു കൂട് അവിടെ ഉണ്ടായിരുന്നു, കൃഷികളുണ്ടായിരുന്നു. അതിൽ പൂർണ്ണമായി വളർച്ചയെത്തിയതായ നിരവധിയായ മത്സ്യ ഫാമുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ നഷ്ടം വലുതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഒരു നഷ്ടമാണ് ഇതിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളമാണ് കർഷകർക്ക് അതിൽ നൽകാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠനം നടത്തേണ്ടതുണ്ട്. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ നഷ്ടങ്ങൾ, കർഷകർ അവർ വാങ്ങിയിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയ പ്രായം, ഇതിൻ്റെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതടക്കം അതിൻ്റെ ഒരു കണക്ക് വിശദമായി തിട്ടപ്പെടുത്തും. അതിനനുസരിച്ചായിരിക്കും കർഷകരുടെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക എന്ന അതിൽ ഫിഷറീസ് വകുപ്പും ഇത് സംബന്ധിച്ച പഠനം നടത്തുന്നുണ്ട്. കർഷകർക്ക് കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം നൽകണമെന്നത് വലിയ രീതിയിൽ തന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതിൽ സത്വര നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി പി രാജീവിൻ്റെ അടക്കം നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഇതിൽ ഇപ്പോൾ മലിനീകരണം നടത്തിയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. അവർ എത്രത്തോളം ഈ പുഴയെ മലിനപ്പെടുത്തുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഈ പെരിയാറിലെ ഈ കൂട്ടക്കുരുതി നടന്നതിൽ അവരുടെ പങ്ക് എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വിശകലനം അവരുടെ പഠന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡാനി, ദയവായി തുടരുക. കേരളത്തിൽ തന്നെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയണം. അവയവ് കടത്ത് കേസിൽ മുഖ്യപ്രതി സാബിത് നാസറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാൾ ഇരകളാക്കിയ മുഴുവൻ പേരുടെയും വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘവും ശേഖരിക്കുന്നുണ്ട്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, അവയവക്കടത്ത് കേസിൽ സാബിത് നാസർ സംഘാംഗമല്ല, മുഖ്യപ്രതിയാണെന്നുള്ള വിവരങ്ങളടക്കം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇനി അറിയാനുള്ളത് ആരെയൊക്കെയാണ് ഇയാൾ ഇരയാക്കിയത്, എത്ര സാധാരണക്കാരായ മനുഷ്യരെ ഇയാൾ ഇരയാക്കിയെന്നാണ്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇയാളെ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും വിശദമായ രീതിയിലേക്കൊരു ചോദ്യം ചെയ്യലിലേക്കടക്കം കടന്നിട്ടില്ല. കാരണം ഇയാൾ ഇരകളാക്കപ്പെട്ടവരുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാന ഒരു തടസ്സം എന്ന് പറയുന്നത് ഇവരിലേക്ക് എത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ഇതിൽ 20 പേരുടെ പേര് വിവരങ്ങൾ ഇയാൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് മലയാളിയായിട്ടുള്ളത്. അതിൽ അയാൾ ഷമീർ എന്ന് പറയുന്ന ഇയാളെക്കുറിച്ച് വ്യക്തമായ ഒരു
വിവരം ശേഖരിക്കാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ ഷമീർ അപ്രത്യക്ഷനായിരിക്കുന്ന സാഹചര്യം വളരെ ദുരൂഹതയുണർത്തുന്നതാണ്. കാരണം ഇയാളുമായി ബന്ധപ്പെടുന്ന യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഇപ്പോൾ വീട്ടുകാരുടെ പക്കൽ പോലുമില്ല. പൂർണ്ണമായും തന്നെ അത് ഇയാൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതുമായാണ് അയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് എന്നതടക്കം ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അവയവ കച്ചവടം മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്? അങ്ങനെ പുതിയ ചോദ്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ തേടിക്കൊണ്ട് അന്വേഷണം നടത്തുന്നതും വിവരസമാഹരണം നടത്തുന്നതും. ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത്രയും തന്നെയും കേന്ദ്ര അന്വേഷണ സംഘങ്ങൾക്കും കൈമാറുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റിരകളെ സംബന്ധിച്ചും സമാനമായ സ്ഥിതി തന്നെയാണ്. ആരെയും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. അതിഥി തൊഴിലാളികളും ഇതിലുണ്ട്. അവരുടെ തിരിച്ചറിയലുകൾ, ആധാർ രേഖകളടക്കം പലതും വ്യാജമാണ് എന്നൊരു നിഗമനത്തിലേക്കും പോലീസ് വരുന്നു. അപ്പോൾ ഇതിൽ വലിയ ദുരൂഹതയുണർത്തുന്ന ചോദ്യങ്ങൾ ഇപ്പോഴും തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. ഹൈദരാബാദുകാരനായ ഒരാളാണ് ഇതിൽ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന. സാബിത്ത് അടക്കം ഇയാളോട് യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരരേഖകൾ അതും പൂർണ്ണമായിട്ട് തന്നെ ശേഖരിക്കപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആര് ചുക്കാൻ പിടിക്കുന്നു? അന്താരാഷ്ട്ര അവയവ മാഫിയ അടക്കം ഇതിൽ സജീവമാണെന്ന് പറയുമ്പോൾ ഇവരിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തണമെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സാബിത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അദ്ദേഹത്തെ സാബിത്തിനെ ചോദ്യം ചെയ്യുന്നത്. വൈകാതെ പൂർണ്ണ വിവരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭവ്യ. ശരി, നന്ദി. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കാസർകോട് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 3 പ്രതികൾക്കും ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. പ്രതികൾ പാസ്പോർട്ട് കെട്ടിവയ്ക്കണമെന്നും വിചാരണ കോടതിയുടെ പരിധി വിട്ട് പോകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും ഇത് പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടതായും സർക്കാർ ആരോപിക്കുന്നു. 1 മുതൽ 3 വരെ പ്രതികളായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരെ കഴിഞ്ഞ മാർച്ച് 30-നാണ് കാസർകോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണൻ വെറുതെ വിട്ടത്. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിനെ വെറുതെ വിട്ട് കോടതി. വെളിങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കർ എന്ന 32-കാരനെയാണ് ആളുമാറി പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിന് തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അബൂബക്കർ ജയിലിൽ കിടന്നത് 4 ദിവസമാണ്. ആയിഷാബിയുടെ പരാതിയിലാണ് ആളുമാറി പോലീസ് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അബൂബക്കർ ജയിലിൽ കിടന്നത് 4 ദിവസമാണ്. ആളുമാറി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പുലിവാല് പിടിച്ച അവസ്ഥയിലായിരുന്നു പൊന്നാനി പോലീസ്. ചെലവിന് നൽകാതിരുന്ന ഭർത്താവിനെതിരെ ആയിഷാബി കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് പൊന്നാനി പോലീസ് പിടികൂടിയത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന 32-കാരനെയാണ്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമായിരുന്നു ഈ അറസ്റ്റ്. പോലീസ് സ്റ്റേഷനിൽ എന്നറിഞ്ഞ ആൾക്കാരുണ്ട്, എല്ലാത്തവരും ഉണ്ട്. അവരോട് ഞാൻ ചോദ്യങ്ങളൊക്കെ പറയലുണ്ട്. ഞാൻ അബൂബക്കർ ആലുങ്കലാണ്. അവർ ഞാൻ ഒരു പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്, സിംഗറാണ്. അപ്പോൾ അവർ പോലീസന്മാർ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ടൈമിലും എൻ്റെ പേരടിച്ച് നോക്കുക, അബൂബക്കർ ആലുങ്കൽ അടിച്ച് നോക്കുക സാറേ, പാട്ട് കേൾക്കുക. കാരണം ഞാൻ അപ്പോഴും അവർക്ക് അറിയണം എന്താ അറിയോ, ആലുങ്കൽ എന്നാണ്. കാരണം എൻ്റെ ആലുങ്കൽ അറിയണത് ഇത് വടക്കേപ്പുറത്ത് നിന്നപ്പോഴേ ആകതായി. കാരണം എൻ്റെ ഉമ്മയുടെ ഡ്രസ്സാണ്. എന്നിരുന്നാലും ഒരിക്കലും അവിടെ വരാൻ പാടില്ല. കാരണം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഉപ്പാടെ പേരിലാണ്, ഉപ്പാടെ ഡ്രസ്സാണ്. കോടതി ഇയാൾക്ക് 4 ലക്ഷം രൂപ പിഴയിടുകയും പിഴ നൽകാത്ത പക്ഷം തടവിന് വിധിക്കുകയുമായിരുന്നു. തവനൂർ ജയിലിലടച്ച ഇയാളെ കോടതി ഇടപെട്ടാണ് മോചിതനാക്കിയത്. ന്യൂസ് 18 തിരൂർ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ നോക്കുകുത്തിയാക്കുന്ന വിധത്തിലാണ് ഗതാഗത വകുപ്പിന്റെ പുതുക്കിയ സർക്കുലർ എന്ന നിലപാടുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടവ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. 18 വർഷം വരെ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾക്ക് 6 മാസം ഇളവ് അനുവദിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ച് സർക്കുലറിൽ പരാമർശിക്കുന്നില്ല എന്നതാണ് മുഖ്യ പരാതി. ഇനി കായിക വാർത്തകൾ നോക്കാം. IPL ഫൈനലിലെ കൊൽക്കത്തയുടെ എതിരാളി ആരെന്ന് ഇന്ന് അറിയാൻ സാധിക്കും. കടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി ചെന്നൈയിൽ നടക്കും. ഇതോടുകൂടി വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.